ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ആരാധിക്കുന്ന മോഹൻലാൽ ആരാണ്? 80കളിൽ നമ്മൾ ഒരാളായി സ്ക്രീനിൽ ജീവിച്ച് കാണിച്ച ആ മനുഷ്യനാണോ, അതോ തിയേറ്ററുകളെ ഇളക്കി മറിച്ച് കോടികൾ വാരിക്കൂട്ടുന്ന ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്? ഇതൊരു സിമ്പിൾ ചോദ്യമല്ല. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ താരത്തിന്റെ കരിയർ തന്നെ ഒരു വലിയ വിരോധാഭാസമാണ്. ഒരു സൈഡിൽ വാനപ്രസ്ഥം, ഇരുവർ പോലുള്ള വേൾഡ് ക്ലാസ് സിനിമകളിൽ മലയാള സിനിമയെ പ്രൗഡാക്കി നടൻ, മറു സൈഡിൽ 100 കോടി 200 കോടിയൊക്കെ ഈസിയായി നേടുന്ന ബോക്സ് ഓഫീസ് കിങ്. ഈ നടനും താരവും തമ്മിലുള്ള മത്സരം അദ്ദേഹത്തിന്റെ സിനിമകൾ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. നമുക്കറിയാം, ഇന്ന് കാണുന്ന ഈ സൂപ്പർ സ്റ്റാർ ഇമേജോടെ അല്ല മോഹൻലാൽ സിനിമയിലേക്ക് വരുന്നത്. 1978 തിരനോട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചെങ്കിലും ആ സിനിമ റിലീസായില്ല. പക്ഷേ 1980 ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ നരേന്ദ്രൻ എന്ന വില്ലനായിട്ട് അദ്ദേഹം വന്നു. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പതിയെ ആ വില്ലൻ റോൾ മാറി നമ്മൾ പുതിയ ഇപ്പൊ കാണുന്ന നമ്മുടെ സ്വന്തം തൊട്ടടുത്ത വീട്ടിലെ പയ്യനെ പോലെ നമ്മുടെ സ്വന്തം ആളായി മാറി അദ്ദേഹം. അധികം സംസാരിക്കാത്ത, ഒരു ചിരിയിലും നോട്ടത്തിലൊക്കെ എല്ലാം പറഞ്ഞ ഒരു സാധാരണക്കാരൻ. ഒന്ന് ഓർത്ത് നോക്കിയേ, കിരീടത്തിലെ സേതുമാധവന്റെ നെഞ്ചു പൊട്ടുന്ന വേദന നമ്മുടെയൊക്കെ സ്വന്തം വേദനയെ ഫീൽ ചെയ്യാത്ത എത്ര മലയാളികളുണ്ട്. അതുപോലെ ഭരതത്തിലെ ഗോപിനാഥൻ നമ്മളെ എത്ര തവണ കരയിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമകളിലൊന്നും മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ല, മറിച്ച് ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. നമുക്ക് കൂടെ ചിരിക്കാനും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാനും തോന്നുന്ന ഒരാൾ. ഒരു നാച്ചുറൽ ആക്ടിങ്, ഒരു സെർട്ടിൽ എക്സ്പ്രഷൻ, അതായിരുന്നു റിയൽ മോഹൻലാൽ മാജിക്. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ബ്രില്യൻസിന്റെ പീക്കായിരുന്നു മണിരത്നത്തിന്റെ ഇരുവർ എന്ന സിനിമ. ഇരുവറിലെ ആനന്ദൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്നായിട്ടാണ് എല്ലാവരും ഇന്നും പറയുന്നത്. അതുപോലെ ഷാജിയങ്കറിന്റെ വാനപ്രസ്ഥത്തിലെ കഥകളി ആർട്ടിസ്റ്റിന്റെ മെന്റൽ സ്ട്രഗിൾസ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വരെ നേടിക്കൊടുത്തു. മോഹൻലാൽ നടന്റെ റേഞ്ച് ലോകം മൊത്തം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നത്. ഒരു നടൻ എന്ന നിലയിൽ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും മോഹൻലാലിനുള്ളിലെ താരം പതുക്കെ വളരുകയായിരുന്നു. 1986 ഇറങ്ങിയ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ വിൻസെന്റ് ഗോമസ് എന്ന അണ്ടർവേൾഡ് ഡോൺ ശരിക്കും ഒരു കൊടുങ്കാറ്റായിരുന്നു. മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്ന് പറഞ്ഞു നടന്ന ഒരു ജനറേഷൻ അന്ന് തന്നെ മോഹൻലാലിനെ മനസ്സുകൊണ്ട് സൂപ്പർ സ്റ്റാർ ആക്കിയിരുന്നു. അതിനുശേഷമാണ് ചിത്രം, കിലുക്കം പോലുള്ള സിനിമകൾ ഇൻഡസ്ട്രി ഹിറ്റുകളായി മാറി. ആ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കളക്ഷൻ റെക്കോർഡുകൾ ഉണ്ടാക്കി. എന്നാൽ 2000 ഇറങ്ങിയ നരസിംഹം ഈ കളിയുടെ ഗതി അങ്ങ് മാറ്റി. പൂവള്ളി ഇന്ത്യയുടൻ ഒരു തരംഗമായി മാറി. ആ സിനിമ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തന്നെ തിരുത്തിയിരുന്നു. അതോടെ മോഹൻലാൽ പടം എന്ന അതൊരു മിനിമം ഗ്യാരണ്ടിയായി മാറി. പക്ഷേ സ്റ്റാർ ഇമേജ് ഒരു ട്രാപ്പ് കൂടിയാണ്. ഓരോ പുതിയ സിനിമയും പഴയതിനേക്കാൾ വലിയ ഹിറ്റാകണം, കോടികൾ നേടണം എന്നൊരു പ്രഷർ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായി. സിനിമകൾ പതിയെ ഫാൻസിന് വേണ്ടിയുള്ള ആഘോഷങ്ങളായി മാറി തുടങ്ങി. 2000 ശേഷം ഈ നടനും താരവും തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടുതൽ ക്ലിയറായി. 2016 പുലിമുരുകൻ ആദ്യത്തെ 100 കോടി സിനിമയായപ്പോൾ, മലയാളത്തിന്റെ ആദ്യത്തെ 100 കോടി സിനിമയായപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ അതിന്റെ പീക്കിലെത്തി. പിന്നാലെ 2019 പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത ലൂസിഫർ 150 കോടിയിലധികം നേടി ആ വിജയം റിപ്പീറ്റ് ചെയ്തു. ഈ സിനിമ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് വീണ്ടും പ്രൂവ് ചെയ്തപ്പോൾ മറുഭാഗത്ത് ചില കൺസേൺസും ഉയർന്നു വന്നു. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, ആറാട്ട തുടങ്ങിയ വലിയ ബജറ്റ് സിനിമകൾ വലിയ ഹൈപ്പോടെയൊക്കെയാണ് വന്നത്. പക്ഷേ ഈ സിനിമകൾക്ക് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. കഥയേക്കാൾ സ്റ്റാറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു സിഗ്നൽ ആയിരുന്നു അത്. മോഹൻലാൽ നടനെ അദ്ദേഹത്തിന്റെ സ്റ്റാർഡ് ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച പലരും സീരിയസ് ആയി ചെയ്തു തുടങ്ങി. പക്ഷേ ഈ കോയിന് ഒരു മറുവശം കൂടി ഉണ്ടായിരുന്നു. ഇതേ സമയത്താണ് ദൃശ്യം 2, നേരെ പോലുള്ള സിനിമകൾ വരുന്നത്. ഒരു തരത്തിലുള്ള ഓവർ ആക്ടിംഗും ഇല്ലാതെ ആക്ടിംഗ് സ്കോപ്പുള്ള റോളുകൾ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ഓഡിയൻസ് അത് 2 കൈ നീട്ടി സ്വീകരിച്ചു. നേരെ എന്ന സിനിമയിലെ അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രം റീസെന്റ് ടൈമിൽ അദ്ദേഹത്തിന്റെ മികച്ച ഒരു പെർഫോമൻസ് ആയിട്ട് എല്ലാവരും പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ തുടരും സിനിമയിലെ ഷൺമുഖൻ ഒരേ സമയം നടനായും താരമായും നമ്മുടെ മുന്നിലേക്ക് വീണ്ടും തിരിച്ചെത്തി. ഈ സിനിമകളുടെ വിജയം ഒരു കാര്യം പ്രൂവ് ചെയ്തു. ഓഡിയൻസിന് സ്റ്റീഫൻ നെടുമ്പള്ളിയും വേണം, പൂവള്ളി ഇന്ദുചൂടനെയും വേണം. എന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം ജോർജ് കുട്ടിയെയും വിജയമോഹനെയും ഷൺമുഖനെയും ഒക്കെയാണ്. 2024 മലയക്കോട്ടെ വാലുവം പോലുള്ള എക്സ്പെരിമെന്റൽ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയപ്പോൾ ഈ പ്രഷർ വീണ്ടും കൂടി. ഒരുപക്ഷെ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകുന്നതുകൊണ്ടാകാം അദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾക്ക് അധികം റിസ്ക് എടുക്കാത്തത്. സത്യത്തിൽ മോഹൻലാൽ എന്ന പ്രതിഭാസത്തിന്റെ കരിയർ ഒരു പാഠപുസ്തകമാണ്. നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ കാലം കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറുന്നു. ഈ സ്റ്റാർഡം അദ്ദേഹത്തിന് വലിയ അച്ചീവ്മെന്റ് നൽകിയപ്പോൾ അതിന്റെ കൂടെ വലിയ ചലഞ്ചസും കൊണ്ടുവന്നു. ബോക്സ് ഓഫീസ് നമ്പറുകളുടെ പ്രഷറിൽ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഒരു വഴിമാറി നടക്കേണ്ടി വന്നു. എങ്കിലും നേരെ, തുടരും പോലുള്ള സിനിമകളുടെ വിജയം നമുക്കൊരു ഗ്യാരണ്ടി തരുന്നത് ആ നടൻ എവിടേക്കും പോയിട്ടില്ല എന്നാണ്. സ്റ്റാർഡമിന്റെ പീക്ക് നിൽക്കുമ്പോഴും ആക്ടിങ്ങിന്റെ ആഴങ്ങളിലേക്ക് തിരികെ വരാൻ അദ്ദേഹത്തിന് കഴിയും. അല്ലെങ്കിൽ അത്തരം തിരക്കഥകൾ സംവിധായകർ മോഹൻലാലിലേക്ക് എത്താൻ കഴിഞ്ഞ മലയാള സിനിമയ്ക്ക് ഇനിയും ഒരുപാട് ഗ്രേറ്റ് മൊമെന്റ്സ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തുടക്കത്തിലെ ചോദ്യം ഇപ്പോഴും റെലവന്റ് ആണ്. അടുത്തതായി നിങ്ങൾ കാത്തിരിക്കുന്ന ഏത് മോഹൻലാലിനാണ്? ഇരുവരിലെ ആനന്ദനെ പോലെയുള്ള ഒരാളെയാണോ, അതോ മറ്റൊരു എമ്പുരാനിലെ അബ്രാം ഖുറേഷിയാണോ? മോഹൻലാലിലെ നടനെയാണോ അതോ താരത്തെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.